ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. രാവിലത്തെ മോർണിംഗ് റൊട്ടീൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടെന്ന് വിചാരിച്ച് ആദ്യം തന്നെ കർട്ടൻസൊക്കെ ഒന്ന് നീക്കി വെക്കുന്നുണ്ട്. ജനലൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റും എല്ലാം ഒന്ന് വിരിച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ താഴേക്ക് പോയി. താഴെ കിച്ചണിലെ ജോലിയും പിന്നെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം തന്നെ ചെയ്യുന്നത് മീഷോന്നൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ്. ഇത് വന്നിട്ട് 2 ദിവസമായി, ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ്. ഇതൊരു ബ്രേസ്ലെറ്റ് റിങ് കോംബോ ആയിരുന്നു കേട്ടോ. മീഷോയിൽ ഫോട്ടോ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ തോന്നിയിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷേ കയ്യിൽ കിട്ടുമ്പം വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവും എന്ന് കരുതിയതല്ല. പക്ഷേ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്വാളിറ്റി ഉണ്ട്. പെട്ടെന്നൊന്നും കളർ പോകുന്ന ടൈപ്പൊന്നുമല്ല. നമ്മൾ കയ്യിലിടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. മീഷോന്ന് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യലുണ്ടെങ്കിലും ഇതുപോലത്തെ ഐറ്റംസൊന്നും ഞാനങ്ങനെ ഓർഡർ ചെയ്യലില്ല. പ്രധാന പ്രശ്നം ക്വാളിറ്റി ഉണ്ടാവുമോ, പെട്ടെന്ന് കേട് വരുമോ, അങ്ങനെയൊക്കെ ഒരു പേടിയുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഐറ്റംസൊന്നും ഞാൻ ഓർഡർ ചെയ്യലില്ല. പിന്നെ നല്ല ഭംഗിയുള്ള ഫോട്ടോ കണ്ടപ്പോൾ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാണ്. ക്വാളിറ്റി ഉണ്ടാവുമോ ഇല്ലയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാണ്. കയ്യിൽ കിട്ടിയപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇടുമ്പോൾ ഇതിൻ്റെ കൂടെയുള്ള വീഡിയോ ആണത്, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ സെയിം മോഡൽ തന്നെയാണ് റിങ്ങും വരുന്നത്. ഇതിങ്ങനെ ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ. വലിയ റേറ്റ് ഒന്നുമില്ല, 100 സംതിങ് റേറ്റ് ഉള്ളൂ ഇതിന്. പക്ഷേ അതിന് വർത്താണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും എല്ലാം ഉണ്ട്, നല്ല ഭംഗിയുണ്ട് അത് ഇടുമ്പോൾ കാണാൻ. പിന്നെന്താ ഒരു ഫ്രെയിം ഹാമ്പർ ചെയ്യാണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്യാൻ നോക്കുകയാണ്. സാധനങ്ങളൊക്കെ ടേബിളിൽ വെച്ചിട്ട് സ്കെയിൽ വെച്ചൊന്ന് അളന്ന് നോക്കാം കേട്ടോ, ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഇപ്പോൾ ഒരുവിധം എല്ലാ ക്രാഫ്റ്റേഴ്സിനും അറിയാമല്ലോ, ഈ ഹാമ്പറൊക്കെ ഉണ്ടാക്കുന്നത് ഫോം ബോർഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് ഞാൻ ഇത് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനതിൻ്റെ വേറെ ഡീറ്റെയിൽ ആയിട്ടുള്ള അളവും സൈസും എല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ക്രാഫ്റ്റേഴ്സിനെ അറിയാത്തവർ അല്ലെങ്കിൽ ബിഗിനേഴ്സൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അറിയാത്തവർ. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാനതിൻ്റെ വേറെ തന്നെ വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ അതുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ പാക്ക് ചെയ്യുന്നില്ല, നാളെ അയച്ചാൽ മതി. ഇത് ഇന്ന് തന്നെ അർജൻറ്റായിട്ട് അയക്കണമെന്നില്ല. അപ്പോൾ നാളെ പാക്ക് ചെയ്യാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരത്തെ ചായ കൂടിയും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഞാൻ ഇന്നലെ ഒരു കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. മുറ്റത്ത് നന്നായിട്ട് ഈ കടലാസ് പൂവ് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനടുത്തുനിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് കരുതിയിട്ട് അതിനടുത്ത് പോയിട്ടാട്ടോ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 6 മണിയൊക്കെ ആവാനായപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. എജുമാർട്ടിലേക്കാണ് കേട്ടോ പോയിരുന്നത്. ഇവിടെ ടൗണിലാണ് എജുമാർട്ട് ഉള്ളത്. അപ്പോൾ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എജുമാർട്ടിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ കൂടുതലായിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം വാങ്ങിക്കൽ ഈ എജുമാർട്ടിൽ നിന്ന് തന്നെയാണ്. ചിലതൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിക്കാറുണ്ട്. അധിക സാധനങ്ങളും ഞാൻ എജുമാർട്ടിൽ തന്നെയാണ് വാങ്ങിക്കാറ്. പിന്നെ വലിയ ഹാമ്പർ ബോക്സൊക്കെ അധികം ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറ്, ഓൺലൈനായിട്ട് വാങ്ങിക്കാറില്ല. കാരണം ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഡെലിവറി ചാർജും കൂടി വരും. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരും. പക്ഷേ ഷോപ്പിൽ വന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഡെലിവറി ചാർജ് ഉണ്ടാവില്ലല്ലോ. കൂടുതൽ സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടാകുമ്പോൾ ഞാനങ്ങനെ ഷോപ്പിൽ തന്നെയാണ് വരാറ്. അപ്പോൾ ഇന്ന് അധിക സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല. എനിക്കൊരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ബോക്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് ഞാൻ ഓൺലൈനിലൊക്കെ നോക്കി. പക്ഷേ എനിക്ക് കുറച്ച് അത്യാവശ്യം നല്ല സൈസിലുള്ള ഒരു ബോക്സാണ് വേണ്ടിയിരുന്നത്. പക്ഷെ അത് ഓൺലൈനിലൊന്നും കിട്ടാനില്ല, ഷോപ്പൊന്നും കിട്ടാനില്ല. അപ്പോൾ ഞാൻ എജുമാർട്ടിലുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എനിക്ക് വേണ്ട സൈസിലുള്ള ബോക്സ് എനിക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം വേണ്ട വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ അവിടുന്ന് പോന്നു. ഫ്രെയിംസൊന്നും ഞാൻ ഇങ്ങനെ എജുമാർട്ടിൽ നിന്ന് വാങ്ങിക്കാറില്ല, ഞാൻ ഓൺലൈനായിട്ടാണ് വാങ്ങിക്കാറ് കേട്ടോ. ഫ്രെയിമൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ ബൾക്കായിട്ട് കുറച്ച് കൂടുതൽ വാങ്ങി വെക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവിൽ തന്നെ നമുക്ക് സാധനങ്ങൾ കിട്ടും.
ഫ്രെയിമൊക്കെ അധികം ഞാൻ ഓൺലൈനായിട്ട് തന്നെ കേട്ടോ വാങ്ങിക്കാറ്, കുറച്ച് കൂടുതൽ വാങ്ങി വെക്കാറുണ്ട്. അത് പിന്നെ കേട് വരുന്ന സാധനമൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും വാങ്ങി വെക്കാമല്ലോ. നമുക്ക് ഓർഡർ കിട്ടുന്ന സൈസിനനുസരിച്ച് കൂടുതൽ വാങ്ങി വെക്കാറുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് കുറേ ഹാർട്ട് ഷേപ്പിലുള്ള ബോക്സൊക്കെ നോക്കി. ഇവിടെ ബോക്സുകളുണ്ട്, പക്ഷേ എനിക്ക് നല്ല വലിയൊരു ബോക്സാണ് വേണ്ടിയിരുന്നത്, അപ്പോൾ അത് കിട്ടിയിട്ടില്ല. പിന്നെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിച്ചു. അധികം സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അവിടുത്തെ സാധനങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് ഒരു ഷർട്ടിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ, മെൻസിൻ്റെ ഷോപ്പിലേക്കാണ് പോയത്. ഹാമ്പറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഷർട്ട് വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷർട്ടിൻ്റെ ഷോപ്പിൽ പോയി അങ്ങനെ ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഹാമ്പറിൽ വെക്കാൻ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വേണ്ടിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ബഡ്ജറ്റിലേക്കാണ് കേട്ടോ പോയിരുന്നത്. ബഡ്ജറ്റിലാകുമ്പോൾ പിന്നെ നമുക്ക് വേണ്ട എല്ലാ ചോക്ലേറ്റും അവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ, വേറെ ഷോപ്പിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയിരുന്നത്. അപ്പോൾ അവിടുന്ന് അത്യാവശ്യം ചോക്ലേറ്റ്സും ആവശ്യമുള്ള ചോക്ലേറ്റ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും അങ്ങനെയെല്ലാം അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു എക്സ്പോ കണ്ടു. അധികം വലിയ എക്സ്പോ എന്നല്ല തോന്നുന്നു, അധികം വണ്ടികളൊന്നുമില്ല, ആളുകളൊക്കെ കുറവായിരുന്നു. പക്ഷേ ഒരു എയ്റോപ്ലെയിൻ ഫ്ലൈറ്റ് മോഡലൊരു തീമിൽ മുൻഭാഗത്തൊക്കെ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്കും കൂടെ ഒന്ന് കയറി നോക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടേക്കും കൂടെ ഒന്ന് കയറുന്നുണ്ട്. അതിൻ്റെ മുൻഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫ്ലൈറ്റിൻ്റെ തീമിലെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറുമ്പം നമുക്കൊരു ഫ്ലൈറ്റിലേക്ക് കയറിയ ഫീൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക, കുറച്ച് ഭാഗം മാത്രം. അവിടുന്ന് പിന്നെ നേരെ ഇറങ്ങുന്നത് ഇങ്ങനൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ ഇപ്പം അത്യാവശ്യം കാണാനൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് സ്ഥലം മാത്രമുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് കുറച്ച് മീനുകളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അക്വേറിയം മോഡൽ അങ്ങനെയുണ്ട്. ഇതിപ്പം അധികം സ്ഥലത്തും കണ്ടിട്ടുണ്ട്, എക്സ്പോക്ക് ഇതുപോലത്തെ മോഡൽ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടേക്ക് ഒന്ന് ഇങ്ങനെ ചുറ്റി നടന്നു. പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു സ്റ്റാളായിരുന്നു കേട്ടോ. നമ്മുടെ പണ്ടത്തെ ടൈപ്പ് മിഠായികളില്ലേ, അങ്ങനത്തെ ഒരുപാട് മോഡൽ മിഠായികളുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ ഒരു സ്റ്റാളായിരുന്നു കേട്ടോ. കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നതും ഈ ഒരു സ്റ്റാളിൻ്റെ മുന്നിൽ തന്നെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ അതിന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അവിടെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഗെയിം കളിക്കാൻ പറ്റിയ ടൈപ്പുള്ളതും പിന്നെ വേറെ ഫുഡിൻ്റെതും അങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ അവിടുന്ന് പുറത്തേക്ക് പോയിട്ടോ. ബുഖാരി റെസ്റ്റോറൻറ്റിലേക്കാണ് ഫുഡ് കഴിക്കാൻ പോയത്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ആക്കുക കേട്ടോ.